അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും മറച്ചു വെച്ചാണ് സംസാരിച്ചത്. നമുക്കറിയാം അദ്ദേഹം നമ്മുടെ വളരെ ആഭ്യന്തരപരമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എന്തായാലും അദ്ദേഹം പറയാത്ത പല കാര്യങ്ങളും ചൈന കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ കൊമ്പിടിയെ കണ്ട ഇന്നസെന്റിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് 4 സ്ഥലത്ത് കണ്ടു എന്നൊക്കെ പറയുന്ന പോലെ ചൈന പറയുന്നത്. നമ്മുടെ കയ്യിൽ 1500 ബ്രഹ്മോസേ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചൈന പറയുന്നതില്ല 10,000 എണ്ണം ഉണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ ഈ 10,000 കൃഷ്ണന്റെ വിശ്വരൂപം കണ്ട പോലെ അവർ പറയുന്നുണ്ട്. 10,000 മിസൈലുകൾ ഇവരുടെ കയ്യിലുണ്ട്. ഇവർ ഈ പറയുന്നത് ഇന്ത്യ ഈ കാണിക്കുന്നതൊന്നും അല്ല, ഇതിനപ്പുറമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർ എന്താണ് അവർ ഇങ്ങനെ പെട്ടെന്ന് ഈ പകച്ച് നമ്മുടെ മുമ്പിൽ ഈ പകച്ച് നിൽക്കാനുള്ളൊരു കാരണം എന്താണ്? അവർ നമ്മുടെ ഈ പറയുന്ന ഹൈ വാല്യൂ അസറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് കൂടുതലുണ്ട്, നമ്മൾ ഈ പെരുപ്പിച്ച് അല്ല നമ്മൾ കുറച്ച് കാണിക്കുന്നതാണ്, നമുക്ക് അവരെ പാകിസ്ഥാനെയും ചൈനയേക്കാൾ അത് കൂടുതലുണ്ടെന്നും ഒക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ അവർക്ക് പെട്ടെന്നൊരു വിഭ്രാന്തി ഉണ്ടാകാനുള്ള കാരണം? വിജയ്, ഈ ഒരു സംഭവം ഈ പറയുന്ന സിന്ധൂറിന് ശേഷം ലോകത്ത് ഒരു വല്ലാത്ത മാറ്റം വന്നിട്ടുണ്ട്. അതായത് സിന്ധുവിന് ശേഷം ജിയോ പൊളിറ്റിക്സിൽ തന്നെ മാറ്റം വന്നെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഒരു റേഞ്ച് ഈ പറയുന്ന പോലെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്താണ് നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിനകത്ത് പറഞ്ഞ നേരത്തെ എന്ന് പറഞ്ഞാൽ അമേരിക്ക, ഇസ്രായേൽ അല്ലെങ്കിൽ വേറെ റഷ്യ എന്നൊക്കെ ഉള്ളവരുടെ ഭാഗത്തുള്ള ചർച്ചയുള്ളായിരുന്നു. ആ ഭാഗത്ത് ചൈന വരാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പൊ ചൈനയ്ക്ക് എപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംസ്കാരം കിടക്കുന്നതുകൊണ്ട് അത് തെളിയിക്കേണ്ടതായിട്ട് വരും. ഇപ്പോഴും ആ ഡ്യൂപ്ലിക്കേറ്റ് സംസ്കാരമാണല്ലോ വെളി വന്നത്. നമ്മളതല്ല പറയാൻ വന്നത്. ഇന്ത്യ ഇപ്പൊ ഒരു ചർച്ചയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഇന്നലെ അജിത് ഡോവൽ വാർത്താ സമ്മേളനം നടത്തിയ ഐ ഐ ടിയിൽ എനിക്ക് തോന്നുന്നു മദ്രാസിലാന്ന് തോന്നുന്നു, അദ്ദേഹം ഈ വ്യക്തത വരുത്തിയ ചില കാര്യങ്ങളുണ്ട്. മാധ്യമത്തിന്റെ ഒരു ഈ പറയുന്നത് പോലെ ഇരട്ടത്താപ്പ് സംസ്കാരം അത് പാടില്ല. ഞങ്ങൾ കാണിച്ചല്ലോ, ഞങ്ങൾ തകർത്തതല്ല, ഞങ്ങൾ കാണിച്ചല്ലോ, വിശ്ലേഷിച്ചല്ലോ, നിങ്ങൾ തകർത്തെന്ന് പറയുന്നതല്ലേ ഉള്ളൂ, നിങ്ങൾ അവരുടെ ഒരു ഫോട്ടോ എങ്കിലും മേടിച്ച് കാണിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പൊ അതവിടെ നിൽക്കട്ടെ, ഇന്നലെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ അതല്ല, ഇത് നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന, നമ്മുടെ ഔദ്യോഗികമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന പല കാര്യമുണ്ട്. അത് ഈ പറയുന്ന പോലെ ആയുധത്തിന്റെ കാര്യമുണ്ട്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആയുധങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിൽക്കാൻ വെക്കുന്നവന് അറിയാമല്ലോ അതിന്റെ ഇന്ന ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അഗ്നിക്കിന്റെ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ D4 ഗുണങ്ങളുണ്ട്, നമ്മുടെ ബ്രഹ്മോസിന് ഇന്ന ഗുണങ്ങളുണ്ട്. നമ്മളതിന്റെ ഇപ്പൊ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, ആ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്മുടെ അതിനകത്ത് എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇന്നലെ ഈ പറയുന്നത് പോലെ ഏറ്റവും ചർച്ചയായിട്ടുള്ള മിസൈൽ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ആക്രമിച്ച് ചർച്ചയായിട്ടുള്ള മിസൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇട്ട മിസൈൽ ഏറ്റവും പ്രകടശേഷി ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ മിസൈൽ 19 എണ്ണം ബ്രഹ്മോസ് പാകിസ്ഥാനിൽ ചെന്നതോടുകൂടി പാകിസ്ഥാൻ ഒരു തവിട് കൂടിയായി. ഒരു 25 കൊല്ലത്തിന് വൃത്തിയായിട്ട് പണിഞ്ഞ് കൃത്യമായിട്ട് പണിഞ്ഞ് സ്പീഡിൽ പണിഞ്ഞു പോയ 25 കൊല്ലം കൊണ്ടേ അവനും ഈ നമ്മുടെ ബ്രഹ്മോസ് ചെല്ലുന്നതിന് മുമ്പുള്ള അവസ്ഥയിലെത്തുള്ളൂ. അപ്പൊ വീണ്ടും ഈ അജിത് ഡോവൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ ബ്രഹ്മോസ് വീണ കാര്യം, പാകിസ്ഥാന് സംഭവിച്ച കാര്യം, 13 തകർത്തു, അതിനകത്ത് സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ എല്ലാം വ്യക്തപരിധി പറയുമ്പോൾ ഉള്ള കാര്യം ഹൈ വാല്യൂ അസറ്റ്സ് ആണ് പറഞ്ഞ കാര്യം. അപ്പം നമ്മൾ ഇതിന്റെ എണ്ണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു 1200 1500 ഇടയ്ക്ക് ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ട്. പക്ഷെ ഇന്നലെ ചൈന പറഞ്ഞിരിക്കുന്നത്, അയ്യോ നമ്പുരാനെ വിശ്വസിക്കല്ലേ, അവരുടെ 15,000 പുറത്ത് ബ്രഹ്മോസ് ഉണ്ട്. അതിനകത്ത് 14,000 ബ്രഹ്മോസ് ഏത് സമയവും എല്ലാ പണി നമ്മൾ പറയത്തില്ലേ, വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയേക്കുന്നത് അതേ രീതിയിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് എല്ലാം ശത്രു രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവനെ തന്നെ അറിയാമല്ലോ, ഞാൻ തന്നെയാ ശത്രു എന്ന് ചൈനയ്ക്ക് ശത്രു രാജ്യങ്ങൾക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യക്കും താല്പര്യമില്ല. അഥവാ പാകിസ്ഥാനും ചൈനയും. മറ്റവനൊക്കെ ഒരു ബ്രഹ്മോസിന്റെ കാര്യമുള്ളൂ. ഈ ബംഗ്ലാദേശ് കൊണ്ട് ബ്രഹ്മോസ് കളയാൻ നമുക്ക് താല്പര്യമില്ല. എന്നാൽ ഒരു ബ്രഹ്മോസിന് വേണ്ടി 10-30 കോടി രൂപ ഇപ്പൊ നമുക്ക് വിലയുണ്ട്. 30 കോടി രൂപ കളയാനുള്ള സാധനം ബംഗ്ലാദേശില്ല, മനസ്സിലല്ലേ? ബാക്കിയുള്ള കാര്യം ഉടങ്ങി. അപ്പം ഈ പറയുന്ന അങ്ങനെ ഉണ്ട്. ഇന്ത്യ ഈ സിന്ധൂരിൽ എടുത്ത സൈനികം, അല്ലെങ്കിൽ നമ്മൾ കണ്ട സൈനിക ശക്തി 10% പോലും ഇല്ല, ചൈനയാ പറയുന്നത്. ബാക്കി 90% ഇത് അകത്തിരിക്കുകയാണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന റേഞ്ച് അല്ല ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് ബ്രഹ്മോസിന്റെ കാര്യവും സൈന്യത്തിന്റെ കാര്യവും നമ്മുടെ സൈനിക ശക്തിയുടെ കാര്യവും നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞിട്ട് ആശങ്കപ്പെടുന്ന ഒരു വാർത്ത ഇന്നലെ ചൈനയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഈ ചൈന ആശങ്കപ്പെടുന്നതിന് കുറ്റമല്ല, ചൈന വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ 2ാമത്തെ എക്കണോമിക്കൽ ഗ്രോത്ത് ഉള്ള, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഈ പറയുന്ന മാനുഫാക്ചറിങ്ങിന്റെ ലോകത്തിന്റെ ഫാക്ടറി എന്നൊക്കെ പറയുന്നു. പിന്നെ ചൈന നഗരങ്ങളൊക്കെ കണ്ടിട്ടില്ലയോ? ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ചൈന നഗരങ്ങളും ഒക്കെ ലോകത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന, അല്ലെങ്കിൽ
ഈ പറയുന്ന അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത്. അന്തരം കൂടുതലാണെങ്കിൽ രണ്ടാമത് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു സാമ്പത്തികമായി രണ്ടാമത് നിൽക്കുന്ന ലോകരാജ്യം തന്നെ. അപ്പൊ അവന്റെ ഒരു വളർച്ച, അവന് നമ്മുടെ വളർച്ചയ്ക്കകത്ത് അസ്വസ്ഥതയുണ്ട്. നമ്മുടെ വളർച്ചയ്ക്കകത്ത് അസ്വസ്ഥത ഉണ്ടാവേണ്ട നമ്മുടെ ഈ രാജ്യത്തോട് ഈ പറയുന്ന ഒരു ജോലി ഇല്ലാത്തവന് 10 പൈസ കൊടുത്ത് നീ കയറി അടിച്ചിട്ട് വാടാ എന്നുള്ള രീതിയിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ, മാന്യമായിട്ട് ജീവിക്കുന്നത് വീട്ടിന്റെ വാതിൽക്കൽ വന്ന് ചീത്ത വിളിക്കുമ്പോൾ നമുക്കൊരു മാന്യതകേട് വരുമല്ലോ. നമ്മളെ ചീത്ത വിളിച്ചിട്ട് പോകുവാന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. അത് ആ ചീത്ത വിളിക്കാരന്റെ റോളിലായി പാകിസ്ഥാൻ നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ കയറിയാൽ ചീത്ത വിളിക്കുക, അവനെ നമ്മൾ അടിക്കാൻ ചെല്ലും. അപ്പൊ അവൻ നമുക്കൊരു അടി തന്നാൽ നമുക്ക് എത്ര ക്ഷീണമുണ്ട്. അതേ ഉള്ളൂ ചൈന ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ചൈന നേരിട്ട് അടിക്കത്തില്ല. ചൈന നേരിട്ട് അടിച്ച ചൈനയ്ക്കറിയാം അവർക്ക് നഷ്ടപ്പെടാം. നമ്മുടെ ഡൽഹിയിലോട്ട് ഒരു മിസൈൽ വിടുന്നതിനെക്കാട്ടി ഡേഞ്ചർ അവന്റെ തലസ്ഥാനത്തേക്ക് വിട്ടാല്. നമുക്കിവിടെ ഒരു 10,000 കോടി രൂപയുടെ നഷ്ടം വന്നാൽ അവൻ അവിടെ വരാൻ പോകുന്ന 50,000 കോടി രൂപയുടെ. അപ്പൊ അവൻ ഡയറക്റ്റ് ഒരു അറ്റാക്കിന് വളരെ സാധ്യത കുറവാണ്. ഈ മറിഞ്ഞിരുന്നുള്ള അടിയേ ഉള്ളൂ. അപ്പം ഇത് ഇനിയും ഉണ്ടായാൽ ഈ മറിഞ്ഞിരുന്ന് അടിക്കാൻ ആളിനെ വിട്ടാൽ നമ്മളോട് നേരിട്ട് കയറി അടിക്കുമോ എന്നുള്ള ആശങ്കയിൽ ഈ ചൈന ഇപ്പൊ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ചൈന പറഞ്ഞത് അവർക്ക് 2000-ഓളം ഹൈ വാല്യൂ അസറ്റ്സ്. നമ്മൾ ഈ ബ്രഹ്മോസ് വിടുന്ന എങ്ങോട്ടാ? ഹൈ വാല്യൂ അസറ്റ്സിലൊക്കെ വിടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞത്. ഒരു ബ്രഹ്മോസ് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കാൻ നമുക്കില്ല, വിടാൻ നമുക്കില്ല. കാരണം അത്രയ്ക്കുള്ള വലിപ്പവും അത്രയ്ക്കുള്ള വാല്യൂ ഉണ്ട്. അപ്പൊ ഇവന്മാർ രണ്ടിടത്തെയും കൂടെ ഹൈ വാല്യൂ അസറ്റ്സ് വെളിയിൽ ഇന്ത്യക്ക് അറിയാവുന്നതും അവർ പുറത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ, അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നാസാവോ അല്ലെങ്കിൽ ഈ ബഹിരാകാശ റിസർച്ച് സെന്ററുകൾ, അങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതാണ്ട് 2000 ഉണ്ട്. ഇത് രണ്ടിടത്തും. പാകിസ്ഥാന്റെ മിക്കവാറും പ്രധാനപ്പെട്ടതൊക്കെ തീർന്നല്ലോ. ഹൈ വാല്യൂ അസറ്റ്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ടതൊക്കെ തന്നെ. അപ്പൊ ഇവർക്ക് തന്നെ ഇനിയുള്ളത് 2000-ഓളം ഹൈ വാല്യൂ അസറ്റ്സ് ഉണ്ടെന്ന് അവർ പറയുന്നേ. അപ്പൊ ഈ ഹൈ വാല്യൂ അസറ്റ്സ് 2000 ഉള്ളപ്പോൾ അത് തകർക്കുന്നതിന് വേണ്ടി എത്ര വേണം? 2000 ബ്രഹ്മോസ് മതി. അതിന് പകരം 15,000 നിൽക്കുക, 14,000 സജ്ജമാ. അപ്പൊ അതാണ് ഇവർ പറഞ്ഞത്. ഇത് പ്രശ്നമുണ്ടാക്കിയാൽ ഇന്ത്യയോട് പൊരുതി ജയിക്കാൻ പ്രാപ്തമാകുന്ന ഒരവസ്ഥ ഇന്ന് ഇല്ല എന്ന് സമ്മതിക്കാത്തവർ പോലും ഓരോ ദിവസവും കഴിയുമ്പോൾ സമ്മതിച്ചു വരുന്നു. ചൈന നേരത്തെ പറഞ്ഞിട്ടില്ല, സിന്ധൂറിന് ശേഷം 2 രാജ്യങ്ങൾ നമ്മൾക്കെതിരെ അല്ലെങ്കിൽ നമ്മൾ നടത്തിയ ഓപ്പറേഷനകത്ത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഒരഭിപ്രായവും പറയാത്ത 2 രാജ്യങ്ങൾ. നല്ലതാണ് അമേരിക്കയും ചൈനയും. അമേരിക്ക പറഞ്ഞാൽ അവൻ നമ്മളുടെ കീഴിലാമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ അവന്റെ സൈനിക താവളം, അവൻ നിയന്ത്രിച്ചിരുന്ന സൈനിക താവളം ഉൾപ്പെടെ നമ്മൾ ബ്രഹ്മോസ് വെച്ച് തകർത്തതിന്റെ വൈരാഗ്യം. ചൈന പറയാഞ്ഞതെന്ന് പറഞ്ഞാൽ ചൈന പറഞ്ഞിരുന്നു ലോകത്തോട്, ഇപ്പൊ ഈ പറഞ്ഞില്ലേ അജിത് ഡോവൽ പറഞ്ഞെന്തോ, മാധ്യമങ്ങൾ കൃത്യമായ റിപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നെറേറ്റീവ് അല്ലെങ്കിൽ അജണ്ട പാടില്ല. നിങ്ങൾ പാകിസ്ഥാൻ പറയുന്നത് തെളിവ് കൂടാതെ പറയുന്നു. അന്ന് ചൈനയും കൂടി പറഞ്ഞത് അവന്റെ PL-15 ആണ് നമ്മുടെ റാഫേലിനെ അടിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അവൻ അന്ന് സമ്മതിച്ചില്ല, അവൻ അടിച്ചിട്ടു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഇവൻ പറയുന്നത് എന്താണ്? അതായത് ഭയം കൊണ്ടാണെങ്കിൽ പോലും ഇത് ശ്രദ്ധിച്ചോണേ, ലോകത്ത് ഈ ഇന്ത്യ ഇങ്ങനെയാണ്, അവൻ അടിക്കുമേ എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഇനി പറഞ്ഞു പോയ കാര്യമുള്ളൂ എന്നുള്ള അവസ്ഥയിൽ ഭയക്കുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ഈ പറയുന്ന ബ്രഹ്മോസ് ഇവര് പറയുന്നത് 1500 അല്ല, അവരുടെ കയ്യിൽ 15,000 ഉണ്ട്, അതിനകത്ത് 14,000 ഈ തൊടുക്കാൻ പ്രാപ്തമായിട്ട് അല്ലെങ്കിൽ അത്രയ്ക്കും കൃത്യമാക്കി ഇന്ത്യ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ പോലും ഹൈ വാല്യൂ അസറ്റ്സ് ഏതാണ്ട് 2000-ഓളം വരത്തുള്ളൂ, ഒരു ബ്രഹ്മോസ് മതി ഒരു ഹൈ വാല്യൂ അസറ്റ്സ് തകർക്കുന്നതിന് വേണ്ടി എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നു. അതായത് ഇന്ത്യ ലോകത്ത് ചർച്ചയാകുന്നു, ലോകത്തെ നമ്പർ 1 ശക്തികളുടെ പോലും കണ്ണിലെ കരടായി മാറുന്നു, അല്ലെങ്കിൽ അവർക്ക് പോലും ഇന്ത്യ എന്താണെന്ന് മനസ്സിലാവാതെ പോകുന്നു. ഇപ്പോഴും ചർച്ച വരുന്നു. ഇയാളും പറഞ്ഞല്ലോ 10% അവരുടെ നമ്മൾ കണ്ടിട്ടുള്ളൂ, പിന്നെ 90% എവിടെ ഇരിക്കുന്നു? അപ്പോഴും ആശങ്കയാണ്. ഇവർ വെളിയിൽ കാണിച്ചതല്ലല്ലോ, ഇവരുടെ അകത്തിരിപ്പുണ്ട്, വെളിയിൽ കാണിക്കാത്ത എന്തൊക്കെ ആയുധങ്ങൾ. ഈ രീതിയിലൊക്കെ ദേശീയ മാധ്യമങ്ങൾ വലിയ ചർച്ചയാ. നമ്മളിപ്പോ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുറെ ആൾക്കാർ വന്നിട്ട് കീഴി വന്നിട്ട് പറയും പിന്നെ ചൈനയുടെ കയ്യിരിക്കുന്നു, അല്ലെങ്കിൽ ചൈന നമ്മളെ തൂക്കിയിരിക്കുന്നു. അത് അവരുടെ ഒരു ആശ്വാസമാണ്. നമ്മൾ ഈ പറയത്തില്ലേ, ഈ കാക്ക പുറത്ത് വന്നിരുന്ന് കൊത്തിയാവെന്ന് പറയുന്നത്, കാക്കയുടെ കടിയും വിശപ്പ് തീരും, പശുവിന്റെ കടിയും തീരും എന്ന് പറഞ്ഞാൽ ഇവന്മാർ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിന്റെ കീഴിൽ വന്ന് ഇങ്ങനെ ഒരു കമന്റ് ഒക്കെ ഇടുമ്പോൾ അവന്റെ ഒരു സോക്കേടും മാറും, നമുക്ക് ഇവനെ ഇത് ബോധ്യപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് കമന്റുകളുടെ കാര്യം പറഞ്ഞു. അപ്പം ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ, ഈ രീതിയിലേക്കാണ്
ലോകം ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മുടെ ശത്രുക്കൾ പോലും, സമ്മതിക്കാതിരുന്നവർ പോലും ഇപ്പൊ സമ്മതിച്ചു പോകുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ഇത് ലോകത്തോട് വെളിപ്പെടുത്തിയാലെങ്കിലും ഞങ്ങളെ നാളെ കാലത്തേക്ക് ഇവൻ അറ്റാക്ക് ചെയ്യത്തില്ലല്ലോ, അല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം വല്ലാണ്ട് ശ്രദ്ധ വരുമെന്ന് പറയുന്ന ഒരവസ്ഥ. അതാണ് നമ്മുടെ ഈ ബ്രഹ്മോസിന്റെ കാര്യത്തിലെ ഇപ്പൊ എല്ലാവരും ആശ. കാരണം ബ്രഹ്മോസ് മാത്രം വിട്ടുള്ളൂ. അപ്പൊ ഈ അഗ്നി 6 ഒക്കെ എന്തുമായിരിക്കും? ഈ മഹാവിഷ്ണുവും പരമശിവനും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഇറങ്ങി വരുന്നുണ്ട്. ഇതൊക്കെ എന്തുമായിരിക്കും? അപ്പം അതിനെപ്പറ്റി ഇവർക്ക് അറിയത്തില്ല. അറിഞ്ഞത് ഇത്ര, അറിയാതെ നിൽക്കുന്നത് എന്തിനു വേണ്ടി ആയിരിക്കും? അപ്പം പറഞ്ഞ പുതിയ പുതിയ ഈ പറയുന്ന സൂപ്പർ സോണിക്കും ബാലിസ്റ്റിക്കും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അന്നുണ്ടായി. അപ്പൊ ഇതിന്റെ പ്രകാരം ഇത്രമാണെങ്കിൽ ഇതിന്റെ പുറകെ വരുന്ന ഇതിന്റെ ചേട്ടന്മാർ എന്തുമായിരിക്കും എന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ വേറെ ചില ഗുണ്ടകളുടെ കാര്യം പറഞ്ഞതുപോലെ അതാണ് ഇപ്പൊ ആശങ്ക. അപ്പൊ അതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ രഹസ്യം ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അകത്ത് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസി ഉള്ള ഒരു രാജ്യം കൂടാ ചൈന. ചൈനയ്ക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാൻ പറ്റും. മൊത്തം കയറി തുറന്നുകൊണ്ട് പോകാനൊന്നും അവന് അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നുള്ളത് ഒക്കത്തില്ല. ഇന്ത്യ അത്ര മോശമൊന്നുമില്ല. എന്നാലും ഏകദേശ ധാരണയുണ്ട്. അതുകൊണ്ടാണ് അവർ എണ്ണം പറഞ്ഞത്. 15,000 അവൻ പറഞ്ഞെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 25,000 കാണുമെന്നാണ് എൻ്റെ ഒരു കണക്കുള്ളൂ. ഏതായാലും അതറിയിക്കട്ടെ, ഉള്ളത് നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ ഈ രീതിയിലേക്ക് ലോകത്തെ ശത്രു രാജ്യങ്ങളും മിത്രങ്ങളും എല്ലാം ഇന്ത്യയെ അംഗീകരിച്ച് പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ വീണ്ടും ഈ അജിത് ഡോവൽ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക മുതലാളിത്തം ഇന്ത്യ അംഗീകരിക്കുന്നതിന് തയ്യാറാകുന്നില്ല. ഈ പാകിസ്ഥാന്റെ കാര്യം പറയുന്നതിന് വേണ്ടി തയ്യാറാകുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് പറയാൻ തയ്യാറാവാതെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്, ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നു. അപ്പോഴും നമ്മുടെ ശത്രുക്കൾ നമ്മളെ തീർക്കാൻ തയ്യാറായി സമയം നോക്കി നിൽക്കുന്നു എല്ലാ അർത്ഥത്തിലും എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.